പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗ്രിൽ ചിക്കനാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം ഞാൻ ചിക്കനൊക്കെ എടുത്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ചിക്കനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 3-4 പീസായിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിതിങ്ങനെ എടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് മസാലയായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മൈദപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എന്തോരം വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എടുത്തേക്കുന്ന കസ്തൂരി മേത്തിയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന വെള്ളമില്ലാത്ത കട്ട തൈരാണ്. കട്ട തൈരും കൂടെ ചേർത്തിട്ട് പുളി അനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കട്ടത്തൈര് ഒഴിച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ നിറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങയുടെ നീരാണ്. അപ്പോൾ നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈരും നാരങ്ങയും ഞങ്ങൾ പുളി കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് പുരട്ടി നല്ലതുപോലെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ. വേവിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുക്കർ എടുത്തു. കുക്കറിലേക്ക് നമ്മൾ ഒരു റിങ് ഇട്ട് കൊടുക്കണം കേട്ടോ. റിങ് ഇട്ട് കൊടുത്ത ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മളിനി അതിലേക്ക് വെച്ച് കൊടുക്കുന്ന ഒരു തട്ട് എന്തെങ്കിലും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടാണ് വെച്ച് കൊടുക്കണത്. ഇനി ഇതിൻ്റെ പുറത്ത് വേണം നമ്മൾ ചിക്കൻ മസാല പുരട്ടി ചിക്കൻ വെച്ച് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പടയ്ക്കുമ്പോൾ അതിൽ അകത്തെ വാഷർ എടുത്ത് മാറ്റണം. വിസിലും വെക്കല്ലേ. ഇത് രണ്ടും എടുത്ത് മാറ്റാൻ മറന്നു പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കത്തില്ല. ഇനി അത്യാവശ്യം കുറച്ചുകൂടെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും ഇതാണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇറച്ചി എല്ലിൽ നിന്നൊക്കെ വിട്ട് വരാമെന്നാണ്. അപ്പം ഇത് നമ്മൾ വെന്ത് പരുവായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പം ബട്ടർ ഒന്ന് ആദ്യം എടുത്ത് ഞാനത് തേച്ച ശേഷമാണ് ചിക്കൻ പറക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഗ്യാസിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഗ്യാസ് ചെയ്യേണ്ട, അടുപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. വിറകടുപ്പിൽ ചെയ്ത് കൊടുക്കാമേ. അപ്പം ഞാൻ ഗ്യാസിൽ ചെയ്തെന്നേ ഉള്ളൂ. കാരണം പലർക്കും ഗ്യാസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഗ്യാസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, വിറകടുപ്പിൽ ചെയ്യാമേ. ഞാൻ വിറകടുപ്പിലും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ തിരിച്ചും മറിച്ചും ഒന്ന് മൊരിച്ച് കൊടുക്കുമ്പോഴത്തേനും ഈ ബട്ടർ 2 സൈഡിലും തേച്ച് കൊടുക്കണേ. അപ്പം ബട്ടർ 2 സൈഡിലും തേച്ച് കൊടുത്ത് തന്നെ നമുക്ക് എടുക്കാം. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് തരണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാനും മറക്കല്ലേ. അപ്പം നമ്മുടെ ഗ്രിൽ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. 2 സൈഡ് കണ്ടോ മൊരിഞ്ഞ് വരണേ. നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പം നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ബൈ, താങ്ക് യു.